അസാധാരണമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിനെ ബോധപൂർവം തടയുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന സ്ഥിതിയാണുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അർഹതയില്ലാത്ത ഒന്നും കേരളം ആവശ്യപ്പെട്ടില്ലെന്നും നാടിന്റെയും ജനതയുടെയും അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് സർക്കാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്നത് പകപോക്കൽ രാഷ്ട്രീയമാണെന്നും സംസ്ഥാനത്തിന്റെ മുന്നോട്ടു പോക്ക് തടയാനുള്ള ഹീനമായ നീക്കങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി ശബ്ദം ഉയർത്താൻ ചില വിഭാഗങ്ങൾ തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ സമീപനങ്ങൾക്ക് സംസ്ഥാന BJPയും UDFും കൂട്ടുനിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നാട് മുന്നോട്ടു പോകരുതെന്ന ഹീനബുദ്ധിയാണ് UDFിനുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതിന് പകരം അവർക്ക് പിന്തുണ നൽകുന്ന വിധത്തിൽ കേരളത്തെയും സംസ്ഥാന സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ സമീപനം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. കേരളത്തിന്റെ അതിജീവനത്തിനായി നടക്കുന്ന ഈ പോരാട്ടത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അതേസമയം മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയിൽ ധവളപത്രം ഇറക്കാൻ സർക്കാരിനെ വെല്ലുവിളിച്ച അദ്ദേഹം മന്ത്രിസഭാംഗങ്ങളെ കബളിപ്പിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. 110 സീറ്റ് നേടുമെന്ന് പറയുന്ന LDF ഓടുന്ന വഴിയിൽ പുല്ലുപോലും മുളയ്ക്കുന്നില്ലെന്ന് പറഞ്ഞ പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് LDFിന്റെ കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരത്തെയും പരിഹസിച്ചു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ LDF തകർത്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. തകർന്ന കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ UDFിന് വ്യക്തമായ പദ്ധതിയുണ്ട്. ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്നും തിരിച്ചു കൊണ്ടുവരും. ജനം UDFിനെ കാണുന്നത് രക്ഷകരായാണ്. മുഖ്യമന്ത്രി സമരമിരിക്കുന്നത് തമാശയാണ്. ആരെ കളിയാക്കാനാണ് സമരം? ഡൽഹിയിൽ പോയാൽ അമിത്ഷായെയും മോദിയെയും പറയുന്നിടത്ത് ഒപ്പിടുന്ന ആളാണ് മുഖ്യമന്ത്രി. അവർക്ക് മുന്നിൽ 90 ഡിഗ്രി കുനിഞ്ഞു നിൽക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. PM ശ്രീയിൽ ഡൽഹിയിൽ പോയി ഒപ്പുവെച്ച സ്വന്തം ക്യാബിനറ്റിലെ സഹപ്രവർത്തകരെ കബളിപ്പിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും അദ്ദേഹം പറഞ്ഞു.